അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസാമ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ചരിത്രമുണ്ട്. അദ്ദേഹം ഒരു യുദ്ധത്തിൽ അദ്ദേഹത്തിൻ്റെ വാളിൻ്റെ മുൻപിൽ ഒരു മുശ്രിക്ക് വന്നു വിട്ടു. അപ്പോൾ ഉടനെ മുശ്രിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി. പക്ഷേ ഉസാമ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു. ശേഷം ഈ കഥയുമായി റസൂലുള്ളാഹിയുടെ അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയില്ല, പിന്നെ നീ എന്തിനാ അദ്ദേഹത്തെ കൊന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഉടനെ ഉസാമ മറുപടി പറഞ്ഞു, അയാളെൻ്റെ വാളിൻ്റെ മുൻപിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കളവ് പറഞ്ഞാണ് റസൂലേ, അത് ആത്മാർത്ഥമായിട്ട് ചൊല്ലിയൊന്നല്ല, രക്ഷപ്പെടാൻ വേണ്ടി ചൊല്ലിയതാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും അതേ ചോദ്യം ചോദിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ മനുഷ്യനെ നീ എന്തിനു കൊന്നു? 3 വട്ടം ചോദിച്ചു എന്നാണ് പറയുന്നത്. എന്നിട്ട് റസൂലുള്ളാഹി ചോദിച്ചത്, അഫലാ ഷഖഖ്താൻ ഖൽബിഹി, അവൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൽബ് നീ പിളർന്നു നോക്കിയോ? ആ ആത്മാർത്ഥം നിനക്ക് എങ്ങനെ മനസ്സിലായി എന്നാണ് റസൂലുള്ളാഹി ചോദിച്ചത്. ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താ വെച്ചാൽ, പറയാൻ വിചാരിച്ച കാര്യം എന്താ വെച്ചാൽ, ആളുകൾ നന്നാവുമ്പോൾ അവൻ ആത്മാർത്ഥമായിട്ടൊന്നല്ല, അവന് ഷോ ഓഫാണ്. അത് നിസ്കരിക്കാൻ വരുന്നത് ആരോ കാണിക്കാൻ നിസ്കരിക്കുകയാണ്. അവള് ഹിജാബ് ധരിക്കുന്നത് വേറെന്തോ അജണ്ട വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ആൾ ഷോ ഓഫായിട്ട് ഹിജാബ് ധരിക്കുന്നത്, അല്ലെങ്കിൽ അവൻ താടി വെക്കുന്നുണ്ടെങ്കിൽ അത് ഇതിന് വേണ്ടിയിട്ടാണ്, സ്റ്റൈലിന് വേണ്ടി വെക്കുന്നതാണ്. നമ്മളൊരാളെയും ജഡ്ജ് ചെയ്യാൻ പാടില്ല. അവൻ നിസ്കരിക്കുന്നത് അവൻ്റെ റബ്ബും അവനുമായിട്ടുള്ള കണക്ഷനാണ്. അത് അവൻ്റെ റബ്ബും തമ്മിലുള്ള പേഴ്സണലാണ്. എല്ലാ ആൾക്കാരുടെയും മാറ്റം എന്ന് പറഞ്ഞാൽ അവരെ നമ്മൾ ജഡ്ജ് ചെയ്യാൻ പോരുത്. ഒരാളിപ്പോൾ ഇതേവരെ നിസ്കരിക്കാത്ത ഒരാൾ നിസ്കരിക്കാൻ വന്നാൽ ഇത്ര കാലം ഈ കഞ്ചാവ് അടിച്ചിട്ട് അല്ലെങ്കിൽ കള്ളു കുടിച്ച് നടന്നിട്ട് അല്ലെങ്കിൽ സിനിമ ടാക്കീസിൽ പോയി മനുഷ്യൻ ഇന്നിപ്പോൾ നിസ്കരിക്കാൻ വന്നിക്കുക, അങ്ങനെ ചിന്തിക്കാനേ പാടില്ല. ആ ചോദ്യത്തിൻ്റെ അർത്ഥം എന്താണ്? അവൻ ഇനിയും സിനിമക്ക് പോകണമെന്നാണോ? അവൻ ഇനിയും അതേപോലെ തന്നെ ജീവിച്ചാൽ മതി, നീ ഇങ്ങനെ നിസ്കരിക്കാൻ വരേണ്ട ആളൊന്നുമല്ല എന്നാണോ ഈ ചോദിക്കുന്ന ആൾ ഉദ്ദേശിക്കുന്നത്? ശരിക്കും ഒരാളെയും ആ രൂപത്തിൽ നമ്മളാ ചെയ്യുന്നത് വലിയൊരു തെറ്റാണ്. ഒരാൾ നന്നായി കഴിഞ്ഞാൽ അയാളുടെ പാസ്റ്റ് പറയുക, അല്ലെങ്കിൽ നീ പണ്ട് അങ്ങനെ അല്ലായിരുന്നു, അതെനിക്കറിയാം, നീ എങ്ങനെ നടന്നവളാണെന്നൊക്കെ എനിക്കറിയാം. ആ രൂപത്തിലുള്ള ഒരു വർത്തമാനമേ നമ്മൾ പറയാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമുക്ക് തന്നെ അതിൻ്റെ ലോജിക്ക് മനസ്സിലാവുന്നുണ്ടോ? ഒരാൾ വാളിൻ്റെ മുന്നിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അത് ആത്മാർത്ഥമാണെന്ന് നമുക്കറിയില്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, റസൂലുള്ളാഹി വഹീൻ്റെ അടിസ്ഥാനത്തിലേ പറയുള്ളൂ. പക്ഷേ ആ ഒരു അവസരത്തിൽ പോലും നമ്മൾ ഒരാളുടെ ആത്മാർത്ഥതയെ, സത്യസന്ധതയെ, ഒരാളുടെ ഓണസ്റ്റിയെ നമ്മൾ അളക്കാൻ പാടില്ല. ഒരു നന്നായൊരു മനുഷ്യൻ, അയാളുടെ വലിയൊരു ഓഫർ എന്താ പറയുക, അള്ളാഹു തആല കൊടുക്കുന്നത് അള്ളാഹുവിൻ്റെ ഖുർആനിൽ. അതും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ ആയത്തെ ഈ രൂപത്തിലാണ്, من تاب وآمن وعمل عملا صالحا فأولئك يبدل الله سيئاتهم حسنات من تاب وآمن وعمل عملا صالحا. ഒരാൾ തൗബ ചെയ്ത് വിശ്വസിച്ച് അമലൻ സ്വാലിഹൻ, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങിയാൽ, ഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത് എന്നാണ്. അവൻ മുമ്പ് ചെയ്ത സകല പാപങ്ങളും അള്ളാഹു നന്മയാക്കി കൊടുക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരാൾ ഈ 70 വയസ്സ് വരെ തോന്നിവാസിയായി ജീവിച്ചു, പിന്നെയാണ് അയാൾക്ക് ഹിദായത്ത് കിട്ടിയത്, പിന്നെയാണ് അയാൾക്കൊരു വീണ്ടും വിചാരം വന്നതെങ്കിൽ 70 വയസ്സ് വരെ അയാൾ ചെയ്ത പാപം മുഴുവൻ അള്ളാഹു തആല എന്താക്കി കൊടുക്കും? നന്മയാക്കി കൊടുക്കും. ഏത് സമയവും നമ്മൾ റിഗ്രറ്റ് ചെയ്തിട്ട് കംപ്ലീറ്റ്ലി ചേഞ്ച് ആവണം എന്നുള്ളൂ, പഴയതിലേക്ക് തിരിച്ചു പോകാൻ പാടില്ല, ഒരു കണ്ടീഷനേ ഉള്ളൂ. അപ്പോൾ ഇത് വളരെ വലിയൊരു പ്രഖ്യാപനമാണ്, വളരെ വലിയൊരു ഓഫറാണ് അള്ളാഹു തആലൻ്റെ. അയാളുടെ പാപങ്ങൾ മുഴുവൻ നന്മയാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ അയാളുടെ പാസ്റ്റ് പറഞ്ഞ് നമ്മൾ അയാളെ പരിഹസിക്കാനേ പാടില്ല. ഇത് ഒരൊറ്റ ആയത്തും കൂടി പറഞ്ഞ് ഞാൻ ഈ വിഷയം അവസാനിപ്പിക്കാം. قُلْ لِعِبَادِيَ الَّذِينَ أَسْرَفُوا عَلَى أَنفُسِهِمْ لَا تَقْنُطُوا مِنْ رَحْمَةِ اللَّهِ إِنَّ اللَّهَ يَغْفِرُ الذُّنُوبَ جَمِيعًا إِنَّهُ هُوَ الْغَفُورُ الرَّحِيمُ. അതിൽ തെറ്റ് വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഖുൽ യാ ഇബാദിയ അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, നബിയെ അവർക്ക് പറഞ്ഞു കൊടുക്കുക, യാ ഇബാദി, എൻ്റെ അടിമകളെ, അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തം ആത്മാക്കളോട് അതിരുകടന്ന ആൾക്കാർ, ലാ തഖ്നതു മിർ റഹ്മത്തില്ല, അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കുറിച്ച് നിങ്ങളൊരു പേടിക്കണ്ട, നിങ്ങളൊരു നിരാശയും വേണ്ട. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമിഅ, അള്ളാഹു എല്ലാ പാപങ്ങളും പൊറുക്കും. ഏത് നിമിഷം റിഗ്രറ്റ് ചെയ്ത് കംപ്ലീറ്റ്ലി അത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹു മുമ്പത്തെ കംപ്ലീറ്റ് പുറത്തു കൊടുക്കുന്ന മാത്രമല്ല, നേരത്തെ പറഞ്ഞ ആയത്തിൽ അത് നന്മയാക്കി കൊടുക്കുന്നു കൂടി പറഞ്ഞിട്ട്, ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമിഅ.
അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മളൊരാളെ ജഡ്ജ് ചെയ്യാൻ പാടില്ല, പണ്ടത്തേത് പറഞ്ഞ് പരിഹസിക്കാൻ പാടില്ല. കാരണം അത് ഫുള്ള് നന്മയായി മാറിയിട്ടുണ്ട്. അസ്സലാമു അലൈക്കും.